സർക്കാർ ടൗൺഷിപ്പിൽ വിള്ളൽ വീണ നൌഫലിന്റെ വീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് അല്പസമയം മുമ്പാണ് സന്ദർശിച്ചത്. ഈ ടൗൺഷിപ്പിലെ ആ വീട് കണ്ടിട്ട് എന്ത് തോന്നി? രാവിലെ മന്ത്രി കെ രാജൻ അടക്കം വന്ന് സന്ദർശിച്ചിരുന്നു. പിന്നെ അവിടെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് മനസ്സിലാകാതെ പോയത് കെ രാജൻ എന്ത് പറ്റിയെന്നുള്ളതാണ്. നമ്മൾ കണക്കാക്കിയിരുന്നത് അദ്ദേഹം വലിയ കുഴപ്പമില്ലാത്ത, വലിയ തകരാറില്ലാത്തൊരു മന്ത്രി എന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് പിന്നെ പെട്ടെന്ന് ഡെസ്കിൽ കയറി നിന്ന് ഒരു കടലാസ് എടുത്ത്, എനിക്ക് തോന്നുന്നു സാൻഡ് പേപ്പറാന്ന് തോന്നുന്നു, എടുത്തിട്ട് പിന്നെ മാച്ചിട്ട് എനിക്ക് വിശ്വാസമായി ഇത് വിള്ളലല്ല എന്ന് പറഞ്ഞു. വിള്ളൽ അതിൻ്റെ നടുക്ക, അദ്ദേഹത്തിൻ്റെ കണ്ണടയുടെ ഗ്ലാസിൻ്റെ പവറൊന്നും മാറ്റണം. വിള്ളൽ അതിൻ്റെ നടുക്കാണ്. അപ്പുറം ഇപ്പുറം വരച്ചത്, പേനയ്ക്ക് വരച്ചത്, ആ വിള്ളൽ മാർക്ക് ചെയ്താണ് അതിലെ പിന്നെ പെൻസിലോണ്ട് വരച്ചത്. അത് മാച്ചിട്ട് ഇവിടെ വിള്ളില്ല എന്ന് പറയുമ്പോൾ നൗഫൽ പിന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ അയാൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ അയാളോടും ചോദിക്കണ്ടേ, അദ്ദേഹത്തോടും ചോദിക്കണ്ടേ ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കണ്ടേ? അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. DYFI ജില്ലാ സെക്രട്ടറി പറയുന്നത്, അല്ല CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോയാൽ മതിയോ? ഇത് ആ വീട് സർക്കാർ പട്ടയം കൊടുത്തോടു കൂടി അത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള വീടായി. അദ്ദേഹത്തിന് സർക്കാർ കൈമാറിയ അല്ലെങ്കിൽ അവകാശം കൈമാറിയ വീടായി. ഇനി അതിൻ്റെ ഉടമസ്ഥൻ ആരാ? അദ്ദേഹമല്ലേ. അപ്പോൾ അദ്ദേഹത്തിനല്ലേ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിനല്ലേ ബോധ്യപ്പെടുത്തേണ്ടത്. അതിന് പകരം ഇദ്ദേഹം വന്നൊരു പേപ്പർ എടുത്ത് മാച്ചത് മില്ലലില്ല എന്ന് പറഞ്ഞു പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് എൻ്റെ ബലമായ സംശയം പിന്നെ കെ രാജന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നല്ല ചൂട്, നല്ല വെയിലത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വലിയ കാര്യമായൊരു വയ്യായി ഉണ്ടായിട്ടുണ്ട്, വലിയ തകരാറുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പോകേണ്ട ആളല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ ഒരു ആശങ്ക, അദ്ദേഹം പറഞ്ഞു നേരത്തെ 16ഓളം ആളുകൾ മരണപ്പെട്ട കുടുംബത്തിലൊരാളാണ് നൗഫൽ. ഇവിടെയുള്ള ഭവനം ലഭിക്കുന്ന ആളുകൾ പലരും, ഞങ്ങളിവിടെ ഒരു സമരം നടത്താത്ത എന്താണെന്ന് ഇപ്പോൾ 1-2 മാധ്യമപ്രവർത്തകർ, ഞങ്ങൾ സമരം നടത്താത്ത എന്താ, ഈ ഇവിടങ്ങളിൽ ഭവനം കിട്ടാൻ പോകുന്ന ആളുകളെന്ന് പറയുന്നത് വീടുകൾക്കകത്ത് ഏറ്റവും ഒറ്റവരും ഉടയവരും ഒരു രാത്രി കണ്ണടച്ച് തുറക്കും മുമ്പ് നഷ്ടപ്പെട്ടു പോയൊരു ജനതയാണ്. ആ പ്രശ്നങ്ങളോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്ന ഒരു ജനതയാണ്. അവരെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വരെ അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാതിരുന്നത്. ഇവിടെ ഇതേ സ്ഥലത്ത് വന്ന് രാഷ്ട്രീയം പറഞ്ഞ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ അവരുടെ പേരും പറയുന്നില്ല. അപ്പോൾ ആ ജനതയിൽ പെടുന്ന ആളുകൾക്ക് അവരുടെ പിന്നെ വീണ്ടും ഒരു വീട് സർക്കാരിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ, സർക്കാരിൽ നിന്ന് CPM കൊടുക്കുന്നതല്ലോ, സർക്കാരിൻ്റെ പൊതുവായ പണത്തിൽ നിന്ന് CMDRF-ൽ നിന്ന് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പണമാണ്, പൗരൻ്റെ പണം തന്നെയാണത്. അപ്പോൾ അതിൽ നിന്ന് സർക്കാർ കൊടുക്കുന്നു അല്ലെങ്കിൽ ജനം കൊടുക്കുന്നതിന് തുല്യമാണ്. കൊടുക്കുന്ന ഭവനത്തിൽ കുറ്റമറ്റതായൊരു നിർമ്മാണ പ്രവർത്തനം നടക്കണമെന്ന് അവൻ ആഗ്രഹിച്ചാൽ എങ്ങനെ തെറ്റു പറയാൻ സാധിക്കും? ആ വീടിനകത്ത് കണ്ണടച്ച് കൊടുക്കുമ്പോൾ ഇനിയൊരു മഴ പെയ്താൽ, ഇനിയൊരു പിന്നെ വലിയ ഇടിമുഴക്കമുണ്ടായാൽ, ഇനിയൊരു വലിയ ഭൂമിയൊഴുക്കമുണ്ടായാൽ, ഇനിയൊരു ഉരുൾപൊട്ടലുണ്ടായാൽ അങ്ങനെ കുത്തിയൊലിച്ച് പോകുന്ന ഭവനമല്ല ഞങ്ങളുടേതെന്ന് ഉറച്ച ബോധ്യത്തോട് കിടന്നുറങ്ങാൻ അവർക്ക് സാധിക്കണ്ടേ? അതിനിങ്ങനെ ഈ ഗിമ്മിക്ക് കാണിച്ചുകൊണ്ട് സാധിക്കുമോ? അപ്പോൾ അതിലൊരു ആശങ്ക അവർക്ക് വന്നപ്പോൾ അത് അവരെ ബോധ്യപ്പെടുത്തണം, അത് പരിഹരിക്കണം. അതിന് വീഴ്ച വരുത്തിയ കമ്പനിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അല്ലെങ്കിൽ അവരെ കൊണ്ട്, അതിൻ്റെ നിർമ്മാണ കമ്പനിയെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും അതിനുള്ള പരിശോധന പൂർത്തീകരിക്കണം. സമയബന്ധിതമായി ഭവനങ്ങൾ അവർക്ക് കൈമാറണം. ഇത് പിന്നെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി മാത്രം പിന്നെ തേപ്പ് കഴിഞ്ഞാൽ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ, പ്ലാസ്റ്റർ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ, വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ പെയിൻറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ അതുകൊണ്ട് കൈമാറുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുണനിലവാരത്തെ സംബന്ധിച്ച് കുറവുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു മത്സരബുദ്ധിയിൽ ആരോടെങ്കിലും മത്സരിച്ച് ജയിക്കേണ്ട ഒരു പദ്ധതി ആയിരുന്നില്ല അത്. സർക്കാരിന് പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഇവിടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു എന്ന് ഇലക്ഷന് മുമ്പ് പറയണമായിരുന്നു. ആ പണിയാണ് നടത്തിയത്. ഇലക്ഷൻ കഴിഞ്ഞു, എവിടെ ജനങ്ങൾക്ക് കയറി താമസിക്കാൻ കഴിഞ്ഞു? വിഷു കഴിഞ്ഞു, കയറി താമസിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പറയും മഴയ്ക്ക് മുമ്പ്, മഴ ഇപ്പോൾ വേനൽ മഴ പെയ്തപ്പോഴേക്കും വീട് 3 എണ്ണം ചോർന്നു, ഇനി വർഷമൊക്കെ മഴ വേണ്ടി കിടക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിനകത്ത് ആളുകളെ ആശങ്ക തന്നെയാണ് ഞങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഈ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളും വയനാട്ടിലെത്തുന്ന കോൺഗ്രസ് നേതാക്കളും ഈ ടൗൺഷിപ്പിനെ സംബന്ധിച്ച് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം എന്നുള്ളത്, കോൺഗ്രസ് ഭൂമിയിൽ ഇപ്പോൾ നിലവിൽ നിർമ്മാണം എവിടെ വരെയായി, എപ്പോഴാണ് അതൊരു വാസയോഗ്യമായ വീടുകൾ ഒരുങ്ങുന്ന നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്താണ്? അല്ല, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഭവനത്തിന് ഭൂമി കണ്ടെത്താൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി. കണ്ടെത്തിയ ഭൂമികളിൽ പലതും നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഭൂമികളായിരുന്നില്ല. കോണ്ടൂർ സർവേ ഉൾപ്പെടെയൊക്കെ നടത്തുമ്പോൾ നിർമ്മാണം നടത്താൻ കഴിയാത്ത ഭൂമികളായതുകൊണ്ട് കണ്ടെത്തിയതും ഞങ്ങൾക്ക് സൗജന്യമായി തരാൻ തയ്യാറായതും അല്ലെങ്കിൽ വളരെ തുച്ഛമായ വിലയ്ക്ക് തരാൻ തയ്യാറായതുമായ പല ഭൂമികളും ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിലാണ് ഒരു ഭൂമി പിന്നെ കുറച്ചും കൂടി പിന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഭൂമി കണ്ടെത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനം പിന്നെ അതിൻ്റെമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. അതിൽ പിന്നെ ഞങ്ങളുടെ മോഡൽ ഹൗസിനുള്ള പെർമിഷൻ പഞ്ചായത്തിൽ നിന്ന് എടുത്തതാണ്. എടുത്ത പെർമിഷൻ പോലും ഇല്ല എന്നൊന്ന് പഞ്ചായത്ത് സെക്രട്ടറി പച്ചക്കള്ളം പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രം പച്ചക്കള്ളം പറഞ്ഞു. ഞങ്ങൾ ഭവനത്തിനുള്ള അംഗീകാരം എടുത്തിട്ടില്ല. KPC പ്രസിഡന്റ് പേരിൽ കൃത്യമായി ഒരു മോഡൽ നിർമ്മാണ ഭവനത്തിന് വേണ്ടിയുള്ള പെർമിഷൻ എടുത്തതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.